അപ്പോൾ ദൈവദാസന്മാരെ ദൈവം അതാത് സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? കർത്താവിന് വേണ്ടി മണവാട്ടി സഭയെ ഒരുക്കണം. ഇനി ആ മണവാട്ടിക്ക് വേണ്ടുന്ന മിനിമം 3 യോഗ്യത അവിടെ നിഴലായി രേഖപ്പെടുത്തി. 1 സൗന്ദര്യം, പിന്നെ 2 യുവത്വം, 3 കന്യകത്വം. അങ്ങനല്ലയോ വായിച്ചേ? അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെ. അപ്പോൾ മണവാട്ടി സഭയ്ക്ക് മിനിമം 3 യോഗ്യത. 1 സൗന്ദര്യം വേണം, മറ്റൊന്ന് യുവത്വം വേണം, പിന്നൊന്ന് കന്യകത്വം വേണം. അപ്പോൾ സൗന്ദര്യം വേണം, മണവാട്ടി സഭയ്ക്ക് സൗന്ദര്യം വേണം. അതുകൊണ്ട് നാളെ തൊട്ട് കണ്ണ് തെള്ളിയതും പല്ലുന്തിയതും കറുത്തതും കോങ്കണ്ണിയൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നാണോ? അല്ല. അവിടെ എഴുതപ്പെടുന്നത് അക്ഷരീക സൗന്ദര്യമാണെങ്കിൽ പുതിയ നിയമസഭയെ ഒരുക്കുന്നത് ആത്മീയ സൗന്ദര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകളൊന്നും അവിടെ മാറ്ററായി വരുന്നില്ല. നമുക്ക് ആത്മീക സൗന്ദര്യമാണ്. പിന്നാലെ നമുക്ക് പഠിക്കാം. 2 യുവത്വം. എന്താണ് യുവത്വം? നമ്മൾ കർത്താവിൻ്റെ മണവാട്ടി സഭയ്ക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം? കർത്താവിൻ്റെ നാമത്തിൽ എന്ത് കാര്യം ചെയ്യാനും അതിനൊരു യുവത്വം ഉണ്ടായിരിക്കണം, അല്ലേ? ഈ ആരാധനയ്ക്കൊരു യുവത്വം വേണം. ചില സഭകളിൽ നമ്മൾ കണ്ടില്ല, ഏത് പാട്ടിട്ട് കൊടുത്താലും ഒറ്റ ടൂണേ പാടും. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള, എന്ത് പ്രത്യാശ. ചില സഭകളിൽ നമ്മൾ ഈ പാട്ടിട്ട് കൊടുത്താലും രാജാധിരാജൻ മഹിമയോടെ, എന്നാൽ പിന്നെ മാറ്റിയിട്ട് നമ്മൾ കർത്താവൂതൻ ഗംഭീര ഇങ്ങനെ ഇരിക്കുള്ളൂ, ചത്തതുപോലെ ഇരിക്കുക. ഇപ്പം ദൈവസഭയ്ക്ക് ആരാധനയ്ക്ക് യുവത്വം വേണം. കർത്താവിൻ്റെ നാമത്തിൽ നമുക്കൊരു യോഗ നടത്തണം, അല്ലെ? ഒരു നാട്ടിലാണെങ്കിൽ പറയും ഒരു പരസ്യവും നടത്തണം, അല്ലെ? ഒരു കൺവെൻഷൻ നടത്തണം, നമുക്ക് ആ കവർ ഒരിടത്തൊന്ന് വിസിറ്റ് ചെയ്യണം, അല്ലെ? 10 ട്രാക്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നെഞ്ചും നെറ്റിയും കൊടുത്ത് ആടെ വർഷം നമുക്കത് ചെയ്യണം. അതാണ് സഭയുടെ യുവത്വം എന്ന് പറയുന്നത്. ചില അവന്മാരൊട്ട് ചെയ്യത്തുമില്ല, ചെയ്യാനൊട്ട് പാറുന്നൊരുത്തിനോട് സുവിശേഷം പറയത്തുമില്ല, പറയുന്നവനെ കൊണ്ട് പറയാൻ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ദൈവസഭയ്ക്ക് ഒരു യുവത്വം വേണമെന്ന് പറഞ്ഞു. പിന്നാലെ വിശദീകരിക്കാം. 3 കന്യകത്വം എന്ന് പറഞ്ഞാൽ മലിനപ്പെടാത്തവളായിരിക്കണം മണവാട്ടി, അല്ലേ? ഇപ്പം നമ്മളൊരു പെൺകുട്ടിയോട് പറയാം, അടി മോളെ നിൻ്റെ കല്യാണം ഞാൻ നോക്കട്ടെ അടി എന്ന് പറയുമ്പോൾ, അല്ലെ മോനോട് പറയടാ മോനെ ഞാൻ പപ്പ നിനക്കൊരു കല്യാണം നോക്കട്ടെ എന്ന് പറയും. ഇപ്പം ചെറുക്കൻ പറയും പിന്നെ പപ്പ അതൊക്കെ പപ്പയുടെ ഇഷ്ടം, പപ്പയല്ലേ നോക്കുന്നതെന്ന് പറയും. ഓക്കെ എടാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പം ഒരു പെങ്കൊച്ചിനെ കണ്ടു, നല്ലൊരു പെങ്കൊച്ച്. അത് വലിയ സൗന്ദര്യമൊന്നും പറയാനൊന്നുമില്ല. അന്നേരം ചെറുക്കൻ പറഞ്ഞു സൗന്ദര്യത്തിലൊക്കെ എന്ത് കാര്യം പപ്പ, ഇച്ചിരി തീപ്പൊള്ളൽ വീണ തീർന്നു, തൊലിയൊക്കെ ചുളുങ്ങി പിന്നെ ആർക്കും വേണ്ട. അത്രയേ ഉള്ളൂ സൗന്ദര്യത്തിൻ്റെ കാര്യം. ഇതൊക്കെ ജീവിതത്തിൽ നമ്മളൊത്തിരി പഠിച്ചതാണ്. പോട്ടെ, അതൊക്കെ പിന്നാലെ പറയാം. പിന്നെ പറയും എടാ അവൾക്ക് വലിയ സ്ത്രീധനം ഒന്നും തരാൻ. സ്ത്രീധനമൊക്കെ ആര് നോക്കുന്നു? അപ്പോൾ നമ്മളൊന്നും ഇല്ലായ്മയെന്ന് ദൈവം അല്ലേ നമ്മളെ ഇവിടെ കൊണ്ടുവന്നേ, അതൊക്കെ ദൈവം തന്നുകൊള്ളുന്നു. കൊള്ളാം. പിന്നെ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും. എന്നെ ചെറുക്കൻ പറഞ്ഞു സാരല്ലേ പപ്പയും അമ്മയും നോക്കുമോ? നോക്കും. വീട്ടിൽ വെച്ച് കഞ്ഞിയും വെള്ളം വെച്ച് തരുമോ? തരും. അത് മതിയെന്ന് പറഞ്ഞു ചെറുക്കൻ. ഓക്കെ. പിന്നെ കുടുംബക്കാരൊന്നും അത്ര വലിയ ലെവലൊന്നും, കുടുംബക്കാരെ അല്ലല്ലോ കെട്ടുന്നത് പപ്പ, കൊച്ചിനെയല്ലേ കെട്ടുന്നത്, അതൊന്നും കുഴപ്പമില്ല. ചെറുക്കനെല്ലാം ഓക്കെ മിടുക്കൻ. എന്നാൽ പിന്നെ ഞാനതങ്ങ് നോക്കുവാന്നേ. അപ്പോൾ ചെറുക്കൻ പറഞ്ഞാൽ ഓക്കെ പപ്പ നോക്കിക്കോന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയടാ. എന്താന്ന്, അവൾ ഒരാഴ്ച ഒരുത്തൻ്റെ കൂടെ പോയതാ. അപ്പോൾ അതുവരെ ഓക്കെ 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 എന്ന് പറഞ്ഞ ചെറുക്കൻ അതൊക്കെ സാരമില്ല, അതൊക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങനല്ലേ എന്ന് പറയുമോ? അവിടെ എത്തുമ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും നോ 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 ഇറ്റ്സ് നോട്ട് ഫെയർ. നമ്മൾ പറയും അത് മലിനപ്പെടാത്ത മണവാട്ടിയായിരിക്കണം. ഈ ലോകത്തിലൊരു മണവാളൻ്റെ ഡിമാൻഡ് അങ്ങനെ ആണെങ്കിൽ സ്വർഗീയ മണവാട്ടിയാകുന്ന ദൈവസഭ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത വിശുദ്ധ സഭയായി, മണവാട്ടിയായി, മലിനപ്പെടാത്തതായി നിലനിൽക്കണം. ദൈവത്തിൻ്റെ ആവശ്യം അത്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് മാലിന്യപ്പെട്ടിടതോടിടുക മണവാളൻ വരവേറ്റമടുത്തു പോയി. അപ്പോൾ മലിനപ്പെടാത്ത മണവാട്ടി. ഇത് നിഴലും പൊരുളുമാണേ. അപ്പോൾ ഇത് നിഴലായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ മർമ്മമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ മണവാട്ടിയെ കണ്ടെത്തി നേരെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുവാണോ? അങ്ങനെയാണോ വായിച്ചേ? അല്ല, പിന്നെന്ത് ചെയ്യുക? ഇടയ്ക്കൊരു കടമ്പ കാര്യസ്ഥനാകുന്ന ഹേഗായിയുടെ കയ്യിൽ ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കണമെന്ന്. അവിടുത്തെ നിഴലായ കാര്യസ്ഥൻ ഹേഗായി എങ്കിൽ ഇന്ന് പൊരുളായ ഒരു കാര്യസ്ഥൻ്റെ കയ്യിലാണ് സഭ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്.
അതാണ് പരിശുദ്ധാത്മാവ്. എന്തിനാ ഏൽപ്പിച്ചെന്നാ വായിച്ച്? അവക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വചനത്തിലൂടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശുദ്ധീകരിച്ചു, പ്യൂരിറ്റിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ അവിടെ എത്തിക്കാൻ വേണ്ടി. ഇനി രാജസന്നിധിയിൽ നിൽക്കാൻ മുറ വരുമ്പോൾ ഈ കാര്യസ്ഥനാണ് മണവാട്ടി എവിടെ കൊണ്ട് നിർത്തുന്നത്? രാജാവിൻ്റെ സന്നിധിയിലോട്ട് കൊണ്ട് നിർത്തുക. അത് എസ്തേർ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മാറ്റർ അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം, രാജാവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ മുറ വന്നപ്പോൾ, അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ച് എന്നിട്ട് നമുക്ക് ഇന്നലെ ചിന്തിച്ച വിഷയത്തിലോട്ട് വരാം. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ മകളായ എസ്തേറിന് രാജസന്നിധി ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവ രാജാവിന്റെ ഷണ്ണനും അനന്തപുര പാലകനുമായ രാജാവിന്റെ ഷണ്ണനും പയ്യെ വായിച്ചാൽ മതി, വെപ്രാളൊന്നും വേണ്ട. രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല, മറ്റൊന്നും ചോദിച്ചില്ല. മനസ്സിലായോ? ദൈവാത്മാവിന് നിഴലായി, പരിശുദ്ധാത്മാവിന് നിഴലായി നിൽക്കുന്ന കാര്യസ്ഥന് ഹിതമില്ലാത്തതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. മനസ്സിലായോ? അങ്ങനെ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്നപ്പോൾ രാജാവിന് അവളോട് പ്രീതി തോന്നിയിട്ട് കിരീടം അവളുടെ തലമേൽ വെച്ചു കൊടുത്തു എന്നാണ് എസ്തേറിന്റെ പുസ്തകം. ഇതിനി സംഭവിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് നമ്മെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തുമ്പോൾ രാജാവ് നമ്മിൽ പ്രസാദിച്ചിട്ട് നമ്മളും കിരീടം പ്രാപിക്കുന്ന ഒരു ദിവസത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായൊരു നിഴൽ നമ്മളവിടെ കണ്ടു. അതൊരു പ്രസംഗമാണ്, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഒരുക്കുകയാണ് പുതിയ നിയമലേഖനങ്ങളിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേർപെട്ടവരായി നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വേർപാടെന്ന് പറയുന്ന വിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ വിശുദ്ധി എന്ന് പറയുന്ന വിഷയത്തിലോട്ട് കടന്നു വരും. അപ്പോൾ വേർപാടിന് 3 ഘട്ടം നമ്മൾ ലേഖനങ്ങളിൽ നിന്ന് പ്രധാനം പഠനത്തിന് വേണ്ടി 3ആയി തരംതിരിച്ചു. പഠനത്തിന് വേണ്ടി 3 മാത്രമേ ഉള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രധാനമായും പഠനത്തിന് വേണ്ടി 3ആയി നമ്മൾ തരംതിരിച്ചു. അതിലൊന്ന്, ദൈവമക്കൾ അവിശ്വാസികളോട് വേർപാട് പാലിക്കണം. 2, ലോകത്തോട് വേർപാട് പാലിക്കണം. 3, കള്ള സഹോദരന്മാരോട് വേർപാട് പാലിക്കണം. അതിൽ ഒന്നാമത്തെ ചിന്ത അവിശ്വാസികളോട് വേർപെടണം എന്നുള്ളതിൻ്റെ 3 ഘട്ടം. ഒന്നാമത്തെ ചിന്തയുടെ 3 ഘട്ടം, A, B, C എന്നിങ്ങനെ 3 ഘട്ടമാണ് നമ്മൾ ഇതുവരെ പഠിച്ച് നിർത്തിയിരിക്കുന്നത്. എല്ലാവരും മറന്നിട്ടുണ്ടോ? ഓർമ്മയിലുണ്ടോ? ഓർമ്മയിലുണ്ട്. ചിലർ കുറിച്ച് വെക്കും, കുറിക്കുന്നത് ഇറങ്ങുമ്പോൾ പറന്നു പോകും. ചിലർ കുറിക്കാതെ മനസ്സിൽ വെക്കും, അത് മറന്നു പോകും. അപ്പം കുറിക്കുന്നത് പറക്കാതെയും കുറിക്കാത്തത് മറക്കാതെയും സൂക്ഷിക്കണം. അപ്പോൾ 3 ചിന്തയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അവിശ്വാസികളോട് വേർപെടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിശ്വാസികളായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നിടത്തുണ്ട്, നമ്മുടെ അയൽക്കാരായിട്ടുണ്ട്, സ്നേഹിതരായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അവരോട് മിണ്ടരുതെന്നോ അവരോട് മുഖം വീർപ്പിച്ചിരിക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പഠിച്ചത്. പിന്നെന്താണ്? അവരെ സ്നേഹിക്കണം, അവരോട് കൂടെ സഞ്ചരിക്കാം, അവരോട് കൂടെ പോകാം, അവരുടെ വീട്ടിൽ പോകാം, വരാം, സഹകരിക്കാം, സ്നേഹിക്കാം. പക്ഷേ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും നമ്മൾ പങ്കാളിത്തം വഹിക്കാൻ പാടില്ല. ഇതത്ര ഭാരമുള്ള കാര്യമൊന്നും അല്ലാണോ? ഒന്നുമല്ല, അത്ര ഭാരമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ചില നിലപാടുകൾ അങ്ങ് എടുത്താൽ മതി. നമ്മൾ ഒരിക്കൽ, ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നമ്മൾ നോ പറയേണ്ടടുത്ത് ഒരിക്കൽ നോ പറഞ്ഞാൽ പിന്നെ നമുക്ക് നോ പറയേണ്ടി വരത്തില്ല. നമ്മൾ ആ ഒരു നോ പറയാൻ വൈകിക്കുന്നതാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും കാര്യം. ഒരിക്കൽ പറഞ്ഞു. ഇപ്പം എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ വൈഫാണ് ആദ്യമായിട്ട് രക്ഷയിലേക്ക് വന്നത്. പിന്നീട് അവളുടെ ചേച്ചി വന്നു. മാതാപിതാക്കൾ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ട് വന്നിട്ടില്ല. അവർ ഹൈന്ദവ മാർഗത്തിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. അപ്പം മക്കളോടുള്ള സ്നേഹം നിമിത്തം എൻ്റെ വൈഫിനെ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് വൈഫിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഓണത്തിന് അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം മക്കളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഇലയിട്ട് ഊണ് കഴിക്കണം. അപ്പോൾ അപ്പൻ്റെ അമ്മ എല്ലാ മക്കളും കൂടുന്നൊരു ദിവസമാണ്. ആദ്യ പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കി, ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വരില്ല, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങളെ വിളിക്കണ്ട എന്ന് ഒരിക്കൽ നിലപാട് വ്യക്തമാക്കി. അതിനുശേഷം ഇന്ന് വരെ എത്രയോ വർഷത്തോളം കടന്നുപോയി, ഇന്ന് വരെ ഞങ്ങളെ എന്ത് ചെയ്തിട്ടില്ല. ഇനി ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചാൽ അവർ പറയും, അവരെ വിളിക്കണ്ട, അവർ വരില്ല. അപ്പോൾ ആ നിലപാട് നമ്മൾ പറഞ്ഞു. ഇത്രയുള്ള കാര്യം. ഇതൊരു വലിയ ഭാരമുള്ള കാര്യമൊന്നുമല്ല.
പക്ഷെ നമ്മൾ ഈ ഒരു നിലപാട് സ്വീകരിക്കാതെ ഒരു അവിയൽ പരുവത്തിൽ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് പോകുന്ന ഒരു പരിപാടി ദൈവവചനത്തിന് യോജിച്ചതല്ല. അപ്പോൾ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കാളികളാകരുത് എന്ന് നമ്മൾ വാക്യവചന സഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്? വിഗ്രഹാർപ്പിതങ്ങളിൽ നിന്ന് ദൈവമക്കൾ വേർപെട്ട് നിൽക്കണമെന്ന്. അത് കൃത്യ ഉപദേശമാണ്. അപ്പസ്തോല പ്രവൃത്തിയിൽ വാക്കാലും എഴുത്തിനാലും നൽകപ്പെട്ട ഉപദേശം. പിന്നീട് ലേഖനങ്ങളിൽ അതിനെ കുറച്ചുകൂടി ഗൗരവമായി കൊരിന്ത് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വിശദീകരിച്ച് തന്നു. അതുകൊണ്ട് ദൈവം ഭൂമിയിൽ നമുക്ക് ഭക്ഷിപ്പാൻ യോഗ്യമായി സൃഷ്ടിച്ച സകല ഭോജ്യങ്ങളും നമുക്ക് സ്തോത്രത്തോടെ കഴിക്കാം. പക്ഷെ ഒന്ന് മാത്രം വേണ്ട എന്ന് പറഞ്ഞു. അതെന്താ? വിഗ്രഹാർപ്പിതം മാത്രം നമ്മൾ ഒഴിഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് പഠിച്ചു. അവിശ്വാസികളോട് വേർപെടുന്നതിൻ്റെ മൂന്നാം ഘട്ടം നമ്മൾ പഠിച്ചത് എന്താണ്? നിങ്ങളുടെ തലമുറ അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത്. രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ മക്കൾ രക്ഷാനിർണയം പ്രാപിക്കാത്തവരുടെ ഇടയിൽ നിന്ന് ബന്ധമെടുക്കുക എന്ന് പറയുന്നത് വേദപുസ്തകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല. കഴിഞ്ഞ രാത്രി നമ്മൾ അവിടെയാണ് നിർത്തിയത്. അപ്പം പപ്പയ്ക്ക് എന്തുവാ, ഞാനൊരു ആത്മാവിനെയും കൂടെ നേടാൻ പോവല്ലേ എന്നൊക്കെ ഉള്ള വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. കല്യാണം കഴിച്ച ആത്മാവിനെ നേടാൻ വേദപുസ്തകത്തിൽ വകുപ്പൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ജോയ് പാഷ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും മെനക്കെട്ടിറങ്ങിയ 4 എണ്ണത്തെ നേടാനൊക്കെ സാധിക്കും. പക്ഷേ അങ്ങനെ ഒരു വകുപ്പ് വേദപുസ്തകത്തിൽ ഇല്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും കഷ്ടപ്പെട്ട ആത്മാവിനെ നേടാൻ ശ്രമിക്കേണ്ട എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉപദേശം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നലെ അവിടം വരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ചിന്ത നമ്മൾ പഠിക്കുന്നത്, ഈ വിശ്വാസികൾ അവിശ്വാസികളിൽ നിന്ന് വിവാഹബന്ധം എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും സംശയങ്ങളുള്ളവരാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു സംശയം വരും, പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചർച്ചിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത വരും. ഇപ്പോൾ ചിലർ അങ്ങനെയാണ്. ഒരാൾ ഭയങ്കര ബുദ്ധിയാണ്, തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് പറയും, എന്നെ ഒരു പരിചയമുള്ളതായിട്ട് കാണിക്കരുത്, ഞങ്ങളുടെ ചർച്ചിൽ എന്ത് ചെയ്യണം, വരണം, വന്നിട്ട് നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെന്ന് പറയരുത്, ഒരു 6 മാസം ഞങ്ങളുടെ ചർച്ചിൽ വരണം, അപ്പോൾ നമുക്ക് നൈസായിട്ട് കല്യാണം ആലോചിച്ചിട്ടങ്ങ്. ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിയാണ്. നമ്മളൊന്നും ബുദ്ധിയൊന്നുമല്ല, പിള്ളേരുടെ ബുദ്ധിയൊക്കെ റോക്കറ്റാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. 1 തിമോത്തിയോസ് വായിച്ചോ. 1 തിമോത്തിയോസ് 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പൗലോസ് തിമോത്തിയോസിന് തർജ്ജനമായി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. അപ്പൊ ദൈവസഭയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് മൂത്ത സ്ത്രീകളെ നിങ്ങൾ ആരെ പോലെ കാണണം? അമ്മമാരെ പോലെ ബഹുമാനിക്കണം. സഹോദരന്മാരോട് പറയണം, നിങ്ങൾക്ക് ഇളയ കുഞ്ഞുങ്ങൾ ഇവിടെ സൺഡേ ക്ലാസ് പഠിക്കാനിരിപ്പുണ്ട്, അവരെ നിങ്ങളുടെ പെങ്ങന്മാരായി സഹോദരിമാരായി കരുതണം. അങ്ങനെ കരുതാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സഭയിൽ, ആ സഭയിലെ കുഞ്ഞുങ്ങളുടെ കൂടെ നമുക്ക് അവരെ എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കാം. ഒരു പിക്നിക്കിന് പോകുന്നു, ഓക്കെ, നമ്മുടെ സഹോദരന്മാർ കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാം. പക്ഷേ ഇന്ന് അങ്ങനെ പറ്റുമെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇന്ന് അങ്ങനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പഠനം സഭകളിൽ ഇല്ല. കാരണം പാസ്റ്റർ തന്നെ കുഴപ്പമില്ല, 4 ആഴ്ച നമ്മുടെ സഭയിൽ വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് കെട്ടിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് കാലം മാറിപ്പോയി. ഉപദേശങ്ങളൊക്കെ മാറ്റിമറിച്ച് സഭയിൽ ആൾ കൂടാനും സ്വോത്രകാഴ്ച സഞ്ചി കിട്ടാനും വേണ്ടി ഉപദേശത്തിൽ കത്രി വയ്ക്കുന്ന പരിപാടികൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. എന്തോ ആയിക്കോട്ടെ, നാം അതിൽ പെട്ടുപോകാതിരിക്കുക എന്നുള്ളതാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് സഭയ്ക്കകത്ത് ഈ കാര്യം കൃത്യമായി ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം. നമ്മുടെ സഭയിൽ വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ സഹോദരിമാരാണ്. അവരെ ആ നിലയിൽ കെയർ ചെയ്യണം, അവരെ ആ നിലയിൽ സംരക്ഷിക്കണം. അവർക്ക് ആ ഒരു സുരക്ഷിതത്വം ദൈവസഭയിൽ ഉണ്ടാകണം. ഒരു പെൺകുഞ്ഞിനെ സഭയിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരമ്മയ്ക്ക് ധൈര്യം ഉണ്ടാകണം. ആ രീതിയിൽ സഭ അവരെ കരുതണം. വായിക്കാം, താഴോട്ട് വായിക്കാം. സാക്ഷാൽ വിധവമാരായിരിക്കുന്നവരെ മാനിക്ക. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. അടുത്തത്, സാക്ഷാൽ വിധവയും ഏകാഗിയുമായോൾ ദൈവത്തിൽ ആശ വച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു. ഒറ്റയ്ക്കായി പോയവളാണെങ്കിൽ അവള് പിന്നെ ആരിൽ ആശ്രയിക്കുന്നു? ദൈവത്തിൽ ആശ്രയിച്ച് രാവും പകലും
പ്രാർത്ഥനയോട് അവൾ ജീവിക്കുന്നു. അവളുടെ ഒറ്റപ്പെടൽ മാറാൻ അവൾക്ക് ആരുണ്ട്? ദൈവമുണ്ട്. പക്ഷെ അടുത്ത വാക്കെന്താ പറയുന്നത്? കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. അപ്പോൾ ദൈവസഭ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവ കുഞ്ഞുങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വീണ്ടെടുക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ പ്രത്യേകം തിരിച്ചറിയണം, നമുക്ക് കാമുകൻ്റെ റോള് ഇല്ല, കാമുകിയുടെ റോള് ഇല്ല. കാമുകിയായവളോ ജീവിച്ചിരിക്കൽ തന്നെ ചത്തവളാകുന്നു. എന്താ വാക്കിൻ്റെ അർത്ഥം? ജീവിച്ചിരിക്കൽ തന്നെ ചത്തവളെന്ന് പറഞ്ഞാൽ എന്താ? ചത്തവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ചത്തയാളെ ഇങ്ങനെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് പെട്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിയേക്കുക, ചത്ത് കിടക്കുക. അപ്പൻ അവിടെ ഇരുന്ന് കരയുന്നു, എന്നാലും എൻ്റെ പൊന്നുമോനേന്ന്. അമ്മ അപ്പുറത്തിരുന്ന് കരയുന്നു, പൊന്നു മക്കളേന്ന്. സഭയിലുള്ളവരെല്ലാവരും അവിടെ നിന്ന് കരയുന്നു, മക്കളേന്ന്. നാട്ടുകാരെല്ലാം നിന്നിട്ട് പറയുന്നാലും നല്ലൊരു പയ്യനായിരുന്നു, എല്ലാം കമൻട്രി പറയുക. പക്ഷെ ഇങ്ങേരിത് അറിയുന്നുണ്ടോ? ഇവൻ ചത്ത് കിടക്കുക. അവൻ അപ്പൻ്റെ കണ്ണീരും കാണുന്നില്ല, അമ്മയുടെ കണ്ണുനീരും കാണുന്നില്ല, സഭയുടെ കണ്ണുനീരും കാണുന്നില്ല, നാട്ടുകാരുടെ കണ്ണുനീരും കാണുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആര്? കാമുകി. അപ്പനും അമ്മയും കിടന്ന് കരയുന്നു, മക്കളെ ഇത് വേണ്ടടാ, നമ്മൾ ദൈവമക്കളാടാ, ഇത് വേണം. അതൊന്നും കാണണ്ട, ചത്ത് കിടക്കുക. സഭ മുഴുവൻ ഇരുന്ന് ഉപവസിക്കുന്ന കരയുന്നു. ഈ നമ്മുടെ സഭയ്ക്കും കൂടെ നാണക്കേടാവുമല്ലോ, ദൈവമേ ഈ പെണ്ണിങ്ങനെ കാണിച്ചല്ലേ, ചെറുക്കൻ ഇങ്ങനെ കാണിച്ചാൽ, അതുകൊണ്ട് സഭ മുഴുവൻ കരയുന്നു. അത് കാണണ്ട, ചത്ത് കിടക്കുക. അപ്പം ആരുടെയും കണ്ണുനീര് കാണണ്ട, ചത്ത് കിടക്കുക. അതായി ചത്തവൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവസഭയിലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ റോളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള റോൾ ആരെങ്കിലും ഏറ്റുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് ടാറ്റ പറഞ്ഞ് ബൈ പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഇനി മെസ്സേജ് ഒന്നും അയക്കരുതെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആ സിം കാർഡൊക്കെ എടുത്ത് കുത്തിയൊടിച്ച് ദൂരെ കളയുക. സ്തോത്രം. നിങ്ങളെ ഇരിപ്പ് കണ്ടിട്ട് സ്തോത്രം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത്. ദൈവവചനത്തിൻ്റെ പ്രമാണമാണല്ലോ. നമ്മളോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിയമം അനുസരിക്കാനുള്ളതാണ്. ഈ ബഹറിനിൽ പറയുന്ന എല്ലാ നിയമങ്ങളും കുഞ്ഞു തൊട്ട് വലുത് വരെ അനുസരിച്ചാണ് ഇവിടെ മലയാളികൾ ജീവിക്കുന്നത്. ഈ ഒരു ലോകരാജ്യത്തെ നിയമം അംഗീകരിക്കാൻ മനസ്സുള്ളവർക്ക് മാറ്റമില്ലാത്ത ആകാശവും ഭൂമിയും സൃഷ്ടിച്ച മഹാദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടാത്തത്. കാര്യം ഇവിടുത്തെ അനുസരിച്ചില്ലെങ്കിൽ പണി അപ്പം കിട്ടും, മറ്റേത് പണി ഉടനെ കിട്ടാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം. അതുകൊണ്ട് അത് എഴുതിയിട്ടുണ്ടല്ലോ ബൈബിളിൽ, അങ്ങനെ തന്നെ സഭാപരസിംഗൻ എഴുതിയിട്ടുണ്ട്. പാപം ചെയ്തവർക്ക് പാപത്തിനുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യൻ പിന്നെയും പാപം ചെയ്യാൻ ധൈര്യപ്പെടുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്നേരം പണി കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ കിട്ടുമ്പോൾ അത് വലിയ പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ തലമുറകളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ വചനം പഠിപ്പിച്ച് ഇത് തെറ്റാണെന്ന ബോധ്യം. അല്ലാതെ നമ്മൾ കിടന്ന് ചീത്ത വിളിച്ചത് കൊണ്ടോ തല്ലിയത് കൊണ്ടോ പിശാചെന്ന് വിളിച്ചുകൊണ്ടോ വലിച്ചു വാരിയിട്ട് ശാസിച്ചതുകൊണ്ടൊന്നും പിള്ളേർ നേരെ ആകത്തില്ല. അവരെ ശരിയായ നിലയിൽ സ്നേഹത്തിൻ്റെ ആത്മാവിൽ കുഞ്ഞെ മക്കളെ വചനം ഇങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. അത് തെറ്റിച്ചാൽ ദൈവം വിടത്തില്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് പകരം നമ്മൾ വലിയ അബദ്ധങ്ങൾ കാണിച്ചു വെച്ചിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ നമുക്കറിയാം, നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ഈ പിന്നെ ക്രിസ്ത്യാനികൾക്കും പെന്തക്കോസുകാർക്കും എതിരെയൊക്കെ വലിയ സംവാദങ്ങൾ നടത്തുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് ഈസാ മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഒരു ഊശാന്താടിയൊക്കെ വെച്ച് ഒരു പയ്യൻ. വാസ്തവത്തിൽ ആ പയ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പത്തനംതിട്ട ചർച്ച് ഓഫ് ഗോഡിലെ ഒരു വിശ്വാസിയാണ്. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ പെങ്ങളും അളിയനും അബുദാബിയിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭാ ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിൻ്റെ അളിയൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ആ പാസ്റ്റർ ഭാര്യയാണ് ഈ ഈസാ മുഹമ്മദിൻ്റെ പെങ്ങൾ. ഞാൻ ആ ചർച്ചിൽ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്നും അവരുടെ വേദനയോടുള്ള പ്രാർത്ഥനയാണ് ഈ സഹോദരൻ്റെ മടങ്ങി വരവ്. എന്താ സംഭവിച്ചത്? കോളേജിൽ പഠിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ക്യാമ്പസിൽ വന്ന് ബൈബിൾ തെറ്റാണ്, യേശു ദൈവമല്ല, പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് ബൈബിളിൻ്റെ കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഈ കൊച്ചു പയ്യന്മാർ 16, 17, 18 വയസ്സുള്ള ഈ പയ്യന്മാരുടെ അടുക്ക വന്ന് ബൈബിളിലെ വാക്യം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ പിശാച് എപ്പോഴും വരുന്നത് ബൈബിളിലെ വാക്യം കൊണ്ടാണ്. നമ്മുടെ എപ്പോഴും തെറ്റിക്കുക. ഞാൻ കൺവെൻഷന് പറഞ്ഞത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം. നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യത്തിനും ഇട്ട് തന്നിട്ട് പിന്നെ നമ്മൾ ഈ ചോദ്യം കൊണ്ട് നടന്ന് വട്ടായി അവസാനം പിന്മാറ്റത്തിൽ പോകും. അതുകൊണ്ട് നമ്മൾ ഇമാതിരിയുള്ള പാമ്പും കുഞ്ഞുങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. പഴയ പാമ്പിൻ്റെ പുതിയ വെർഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഈ പയ്യന്മാരോട് ചോദിച്ചു. ഈ പയ്യന്മാരെന്ത് ചെയ്തു? ഈ സംശയങ്ങളെല്ലാം ചെന്ന് സഭാപാസ്റ്ററോട് ചോദിച്ചു. സഭാപാസ്റ്റർ ഉടനെ ശാസിച്ചു. ദുഷ്ടപിശാചികളുടെയൊക്കെ ഇത് കേൾക്കാൻ പോയി ഇരുന്ന് കൊടുക്കാൻ തന്നെ നീയൊക്കെ നിന്നെയൊക്കെ ഈ ബന്ധനം, ആവശ്യമില്ലാത്ത ബന്ധനമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് വരും. കൊച്ചുങ്ങളൊരു സംശയം ചോദിച്ചാൽ അത് ബൈബിളിൽ നിന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിക്കണ്ടേ. അവരെ ശാസിച്ചു.
അവർ ഭൂതത്തിൻ്റെ ഇതാ പോയി അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞ് പബ്ലിക്കായിട്ട് അവരെ അപമാനിച്ചു. അവർ പോയി മുസ്ലിമായി. ആ പെന്തക്കോസുകാരൻ പയ്യനാണ് ഇന്ന് മുസ്ലിമായി നിന്നുകൊണ്ട് ബൈബിളിനെതിരെയും ക്രിസ്ത്യാനിക്കെതിരെയും ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമുക്കിതൊന്നും നേരെയില്ല. നമ്മളിങ്ങനെ ഞായറാഴ്ച വരുന്നു, 2 പാട്ട് പാടുന്നു, പോകുന്നു എന്നതിന് അപ്പുറത്ത് നമ്മുടെ തലമുറ ഈ കൃപയിൽ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് വചനം പഠിക്കാനുള്ള അവസരം, അവർക്കതിൽ സംശയം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയത്തില്ലെങ്കിൽ അറിയുന്ന ദൈവദാസന്മാരെ കൊണ്ട് അവരോട് സംസാരിപ്പിച്ച്, എത്ര പേര് ഞാൻ പറയാം പെന്തക്കോസ്തിൻ്റെ അകത്ത് നിൽക്കുന്ന എത്രയോ പേര്, ഞാൻ പറയാം മിനിമം 4 പേരിലധികം അമ്മമാരെന്നെ ഫോൺ വിളിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മോൾ ഇന്നടുത്ത് പഠിക്കാൻ പോയി, ഞങ്ങളുടെ മോൻ ഇന്നടുത്ത് പഠിക്കാൻ പോയി, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ അതിന് മുസ്ലിമാണ് ശരിയെന്നും പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുക, ഭാഷ എന്തോ ചെയ്യുവാന്ന്, എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് കണ്ണുനീരോട് അവർ വിളിക്കുകയാണ്. എന്താ കാര്യം? ഇവിടെ നമ്മൾ 10-22 വർഷം കൊണ്ട് നടന്ന് സേവിച്ച പുസ്തകം, വേദപുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ അത് തെറ്റാണെന്നും വേദപുസ്തകമാണെന്ന് ശരിയെന്നും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതെടുത്ത് ദൂരെ കളഞ്ഞ് ഈ പുസ്തകം എടുത്ത് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഇടയിൽ പെന്തക്കോസിൻ്റെ അകത്ത്, പുൾപിറ്റിൻ്റെ അകത്ത്, സഭയ്ക്കകത്ത് ജനിച്ചു വളർന്ന സൺഡേ ക്ലാസ് പഠിച്ച കുഞ്ഞുങ്ങൾ ഈ നിലയിൽ പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കോണം. ഒന്നാമത് വചന പഠനമില്ല, പിള്ളേർക്കെല്ലാം തുള്ളൽ മതി. അപ്പോൾ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ DJ ഡാൻസ് ഉണ്ട്, നമുക്കതില്ല, പിള്ളേരിങ്ങനെ വിഷമിച്ചിരിക്കുക. അന്നേരം എന്ത് ചെയ്തു, നമുക്ക് ആ പാട്ടിൻ്റെ വരി അങ്ങ് മാറ്റാം, മറ്റേതങ്ങ് മാറ്റിയിട്ട് യേശുവേന്ന് കയറ്റാം, എന്നിട്ട് DJ അടിച്ച് ലൈറ്റും അങ്ങ് അണച്ചു കൊടുത്താൽ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, ഇരുട്ടല്ലോ സുഖപ്രദം. ഇരുട്ടത്ത് പിള്ളേർ കിടന്ന് തുള്ളുന്നതാണ് ഇപ്പം ട്രെൻഡ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പിള്ളേർക്ക് ഇഷ്ടം? അതാണ് കാരണം. അവർക്ക് ലോകപ്രകാരം പബ്ബിലോ ക്ലബിലോ പോകാൻ പറ്റുന്നില്ല. ആ സങ്കടം ഇവിടെ അങ്ങ് തീരും. അടിച്ച് പെരുപ്പിച്ച് കൊഴുപ്പിച്ച് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാണ്. പിള്ളേരപ്പോൾ അടിസ്ഥാന സഭ വിട്ട് ഇത്തരം കൾട്ടുകളിലേക്ക് പോയി വീണു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ ശരിയായ നിലയിൽ ദൈവവചനം പഠിപ്പിക്കേണ്ടത് ആവശ്യമായി. അപ്പോൾ നമ്മുടെ തലമുറ അവിശ്വാസികളിൽ നിന്ന് ബന്ധമെടുക്കരുത്. അത് ദൈവവചനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് തെറ്റായൊരു കാര്യമാണെന്ന് ഇന്നലെ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകവും ശിംശോൻ്റെ ജീവിതവും പുതിയ നിയമസഭയുടെ ലേഖനവും വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ കാര്യം പഠിച്ചു. അതുകൊണ്ട് ഒന്ന് അവിശ്വാസികളോട് വേർപെടണം. ഇനി നമ്മൾ രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ലോകത്തോട് വേർപെടണം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 10 മുതൽ ഒന്ന് വായിച്ചാട്ടെ. എതിർ പറയുകയോ വഞ്ചിച്ചൊരിക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരായി ഇരിപ്പാൻ കൽപ്പിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഹളനാദം കേൾക്കുവാൻ കുറുകെ ഞരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് മണവാളൻ്റെ വരവിനായി. നമ്മളെന്ന് പറഞ്ഞാൽ സഭയുടെ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിലുള്ള വെളിപ്പാട്. അതിനായി കാത്തുകൊണ്ട് അടുത്തത് ഭക്തികേടും. അങ്ങനെ കാത്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ശ്രദ്ധിച്ചോ? പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ അകത്തോട്ട് കയറാൻ അനുവദിക്കരുത് എന്നാണ് പറയുന്നത്. ആർക്കാണ് അനുവദിക്കാത്തത്? കർത്താവിൻ്റെ കാഹളനാദത്തിൻ്റെ പ്രത്യാശയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർ. അല്ലാത്തവർക്കാകാം, കുഴപ്പമൊന്നുമില്ല, അല്ലാത്തവർക്കാകാം. അപ്പോൾ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്, എൻ്റെ കർത്താവ് ഒന്ന് വന്നെങ്കിൽ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ പ്രപഞ്ചമോഹങ്ങൾ എന്ത് ചെയ്യണം? വർജിക്കണം. അങ്ങനെ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും അപ്പൊ ദൈവമക്കൾക്ക് എന്ത് വേണം? അത് മറ്റൊരു ലേഖനത്തിൽ കാറ്റഗറി തിരിച്ചെഴുതിയിട്ടുണ്ട്. ആർക്കൊക്കെ സുബോധം വേണമെന്ന് എഴുതിയിട്ടുണ്ട്. ബാലന്മാർ സുബോധമുള്ളവരായിരിക്കുക, ഔവണ്ണം യൗവനക്കാരത്തികളും യൗവനക്കാരും സുബോധമുള്ളവരായിരിക്കുക, ഔവണ്ണം വൃദ്ധന്മാരും വൃദ്ധകളും സുബോധം. അത് വായിച്ചിട്ടുണ്ടല്ലോ ലേഖനത്തിൽ. അപ്പൊ കാറ്റഗറി തിരിച്ചെഴുതിയിട്ടുണ്ട്. ദൈവമക്കൾക്ക് എന്ത് വേണം? സുബോധം വേണം. എന്ന് പറഞ്ഞാൽ എന്താ? നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത് തെറ്റാണോ? ആണോ? തെറ്റൊന്നുമല്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ അനുഭവിച്ച മഹായാഗത്തെ ഓർത്താൽ തല കുത്തി നിന്ന് ആരാധിച്ചാൽ പകരമാകത്തില്ല.
അപ്പം നമ്മളൊന്ന് നൃത്തം ചെയ്ത് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. പക്ഷെ വൺ കണ്ടീഷൻ എന്തുണ്ടായിരിക്കണം? സുബോധം ഉണ്ടായിരിക്കണം. തലയിലെ സ്കാഫ് താഴോട്ട് പോയാൽ അത് അറിയുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ സ്കാഫ് താഴോട്ട് പോയാൽ പെട്ടെന്ന് ആ സ്കാഫ് എടുത്തിടാനുള്ള സുബോധത്തിലായിരിക്കണം ആരാധന. നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് കൃത്യമായിട്ട് എന്തുണ്ടായിരിക്കണം? സുബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ തുള്ളി 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 പെണ്ണുങ്ങളുടെ മണ്ടയ്ക്കോട്ടും തുള്ളി 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 ആണുങ്ങളുടെ മണ്ടയ്ക്കോട്ടും വീഴുന്ന പരിപാടിയൊന്നും പരിശുദ്ധാത്മാവിൽ ഉള്ളതല്ല. നൃത്തം ചെയ്ത് ആരാധിക്കുന്ന നമ്മൾ ചില ഈ ഹിൽ സോങ്സ് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ? അവർ നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല, പക്ഷെ ഒരു താളത്തിന് അവരങ്ങനെ നൃത്തം. എന്ത് രസമാണ് കാണാൻ, നല്ല ഒരു ഭംഗിയാണ്. അങ്ങനെയൊക്കെ ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓരോ സംസ്കാരം അനുസരിച്ച് അവരവരുടെ നിലയിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, എന്താണ്? സുബോധം. ആരാധനയ്ക്ക് സുബോധം ഉണ്ടായിരിക്കണം. തുള്ളി തുള്ളി സ്കാഫ് പോയാൽ അതറിയണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ പെന്തക്കോസ് ചർച്ചിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ സ്കാഫും പോയി, പിന്നെ സാരിയും പോയി, എന്നിട്ടും പെണ്ണുപിള്ള കടന്ന് തുള്ളുക. അതൊക്കെ ഭൂതങ്ങളാണ്, ഒരിക്കലും പരിശുദ്ധാത്മാവല്ല. അതൊക്കെ ഭൂതാത്മാക്കളാണ്. അതുപോലെ തന്നെ നമ്മൾ ബൈബിള് ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, വേദന തോന്നിയിട്ടുണ്ട്. തുള്ളി 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 ബൈബിളിലിട്ട് ചവിട്ടുന്ന കാണാം. ബൈബിളിൽ ചവിട്ടാൻ പാടില്ല. നമ്മൾക്ക് ഒന്ന് നൃത്തം ചെയ്ത് ആരാധിക്കണമെങ്കിൽ ബൈബിൾ എടുത്ത് അതിൻ്റെതായ നിലയിൽ മാറ്റി വെച്ച് നമുക്ക് സുബോധമുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മൾ ആരാധിക്കും. അപ്പോൾ നൃത്തം ചെയ്ത് ആരാധിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. സുബോധം ഉണ്ടായിരിക്കണം. ആരാധനയ്ക്ക് സുബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടായിരിക്കണം? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതാ, സുബോധമില്ലാത്ത പ്രാർത്ഥന അല്ലേ? കുട്ടനായ കർത്താവേ, ശത്രുവായ കർത്താവേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? സുബോധമില്ലാത്ത പ്രാർത്ഥന. സത്യത്തിൽ ഒരു വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്. ഏതാണ്? ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി ദുഷ്ടപിശാചിൻ്റെ കയ്യിൽ നിന്ന് ദേശം വിടുവിക്കപ്പെടുന്ന ആത്മാക്കൾ സഭയിലേക്ക് വരണം, അതിനായി പ്രാർത്ഥിച്ചാട്ടെ എന്നാണ് പാസ്റ്റർ പറഞ്ഞത്. പക്ഷേ ഈ പോകുന്ന ആ വൈബ്രേഷന് ദുഷ്ടനായ കർത്താവേ, ശത്രുവായ കർത്താവേ, ദേശത്തെ മുടിച്ചു ഭരിക്കുന്ന കർത്താവേ. അപ്പം ഈ അടുത്ത വാക്ക് കിട്ടാതെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആരെ കയറ്റും? കർത്താവിനെ കയറ്റും. അപ്പോൾ ദുഷ്ടനായ കർത്താവ്, പിശാചായ കർത്താവ്, ദേശത്തെ മുടിച്ചു ഭരിക്കുന്ന കർത്താവ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സുബോധമില്ല, എക്സ്പ്രസ് പോലെ പോകുകയാണ്. ഇച്ചിരി ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചെന്ന് കരുതി കർത്താവ് ആരെയും ഒന്നും പറയത്തില്ല കർത്താവ്. ഇച്ചിരി ശാന്തമായിട്ട് ഇനി പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അടുത്തിരിക്കുന്നവൻ കേൾക്കാതെ എങ്ങനെ ആമേൻ പറയും? അല്ലേ? ഇപ്പോൾ ഒരാൾ പറയുക ദുഷ്ടനായ കർത്താവേ, അപ്പോൾ സഭയെല്ലാം ആമേൻ 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 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഒരു സഭ ഒരുമിച്ച് കൂടി കർത്താവിനെ ശപിക്കുന്നു. ഇവിടെ ഇതിന് വാക്യമുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, ദൈവാത്മാവിലുള്ളവരാരും അവനെ ശപിക്കില്ല. സോ ഈ പറഞ്ഞ ആത്മാവ് ഒന്നും ഏതാത്മാവല്ല? ദൈവാത്മാവല്ല. ഇങ്ങനെ വിവരക്കേട് വിളമ്പുന്ന ഒരാത്മാവും ദൈവാത്മാവല്ല. അപ്പം നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത് മിക്കവാറും ചിലപ്പോൾ നാളെ നമ്മൾ പ്രവചനത്തിലേക്കൊക്കെ വരും. അന്നേരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏതാണ് ആത്മാവ്, ഏതാണ് ഭൂതാത്മാവ്, ഏതാണ് മനുഷ്യാത്മാവെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഭൂതാത്മാവും ദൂത് പറയും, പിന്നെ മാനുഷികമായും. ഇന്നാളൊരു ചെറുക്കൻ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയപ്പോൾ അവൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചു. അപ്പം സഭാഭാഷ പറഞ്ഞു, ചെറുക്കൻ പഠിച്ച് അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ, അപ്പോൾ അവൻ്റെ വീട്ടിലെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഭാഷ വിചാരിച്ചു ഒരു പ്രോത്സാഹനം, പഠിച്ചിറങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ അവനൊരു 10 മിനിറ്റ് വചനം സംസാരിക്കാൻ കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവനങ്ങ് അങ്ങോട്ട് പഠിച്ചിറങ്ങിയതിൻ്റെ ചൂടിലങ്ങ് അവൻ കയറി അങ്ങ് ചൂടായി നേരെ പിന്നെ പല തലയിലോട്ടൊക്കെ കൈ വെക്കാൻ തുടങ്ങി. അവസാനം സ്വന്തം അപ്പൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകനെ പപ്പായേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്ന വഴിക്ക് എൻ്റെ മകനെ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ആരാണ്? അപ്പനാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു എൻ്റെ മകനെ പപ്പായേ. എന്നിട്ട് പറഞ്ഞു എൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു. ശരിയാണ്, അവൻ്റെ ആത്മാവാണ്. അപ്പോൾ അത് നമുക്ക് പിന്നാലെ വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. വരട്ടെ, നമുക്ക് ബാക്കി സഹിതം എല്ലാം പഠിക്കണമല്ലോ. അപ്പോൾ ശരിയായ നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടായിരിക്കണം? സുബോധം ഉണ്ടായിരിക്കണം. ആരാധനയ്ക്ക് സുബോധം ഉണ്ടായിരിക്കണം. എല്ലാ നിലയിലും ദൈവസന്നിധിയിൽ നമുക്ക് സുബോധം ഉണ്ടായിരിക്കണമെന്നാണ്. ഇത് ഒരു വാക്യമല്ല, വേർതിരിച്ച് കാറ്റഗറി തിരിച്ച് തന്നെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഓക്കെ. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പം ശ്രദ്ധിക്കണം, അത് നമ്മെ വളർത്തുന്നു. മനസ്സിലായവർ പറ, ഏത്? നിങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ ആ 11-ാം വാക്യം തുടങ്ങുന്നെന്ന് വായിക്ക്.
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പം അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത് കൃപ നമ്മെ. അപ്പം നമ്മൾ രക്ഷിക്കുന്ന കൃപയെക്കുറിച്ച് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ അതേ വേദപുസ്തകം പറയുന്നു കൃപ നമ്മെ ശിക്ഷിച്ച് ഈ ശിക്ഷിച്ചു വളർത്തുന്നതും തന്നെ വളരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? വളർത്തുന്നതും വളരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തെരുവ് പട്ടികൾ റോഡിൽ വളരുകയാണ്, അതിനെ ആരും വളർത്തുന്നില്ല. എവിടെ വേണമെങ്കിലും കിടക്കാം, എന്ത് വേണമെങ്കിലും തിന്നാം, എപ്പോൾ വേണമെങ്കിലും കുരയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. വളർത്തുന്ന പട്ടിയോ? അതിന് ചിട്ടയുണ്ട്. സമയത്തിറക്കി സമയത്ത് ഫുഡ് കൊടുക്കും. കൂട്ടി കയറാന്ന് പറഞ്ഞാൽ കൂട്ടി കയറും, ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങി. അതിനൊരു ചിട്ടയുണ്ട്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് നമ്മെ രക്ഷിച്ച അതേ ദൈവകൃപ തന്നെ വഴി വിട്ടു പോയാൽ നമ്മെ ശിക്ഷിച്ചു വളർത്തും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തിനാണ് ശിക്ഷിക്കുന്നത്? നമ്മൾ ഈ കർത്താവിൻ്റെ വരവിൽ അതിൻ്റെ പുറകിലോ ഭക്തികേട് നാം തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ദൈവമക്കളെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരണം. എന്തിനാ? തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുവാനായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനായിട്ട് നമ്മൾ ഇങ്ങനൊക്കെ ജീവിക്കാൻ വേണ്ടി ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നാണ് കാണുന്നത്. അതിന് ഇണവാക്യമായിട്ട് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. അതെങ്ങനെയാണ് പ്രപഞ്ചമോഹങ്ങൾ വർജനം ചെയ്യേണ്ടതെന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഒന്നുകൂടെ ക്ലാരിറ്റി തരുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. നിൽക്കട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞു സുബോധം വേണം. ഇപ്പൊ എന്ത് പറയുന്നു? ബോധവും വേണം, ബുദ്ധി വേണം. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ഈ വേദപുസ്തകത്തിൽ ജ്ഞാനം, പരിജ്ഞാനം എന്നീ വാക്കുകളുണ്ട് അല്ലേ? അല്ലേ? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തന്നെ പരിജ്ഞാനം പ്രാപിക്കണം. ഈ ജ്ഞാനം പരിജ്ഞാനം എന്ന് പറയുന്നത് രണ്ടാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു പാമ്പിനെ കണ്ടു, മൂർഖൻ പാമ്പിനെ കണ്ടു. പാമ്പ് കടിക്കും എന്നുള്ള ജ്ഞാനം, അറിവ് നമുക്കുള്ളത് കൊണ്ട് നമ്മളത് വഴിമാറി അങ്ങ് പോകുന്നു. അത് ജ്ഞാനം. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനെ ഇത് കടിക്കും എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ഇവിടെ ഒരു പാമ്പുണ്ടെന്ന് പറഞ്ഞ് അതിനെ എടുത്ത് ഒഴിവാക്കി വേറൊരുത്തൻ അപകടത്തിൽപ്പെടാതെ ഇരിക്കുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ സ്വയം മാറിപ്പോകുന്നത് ജ്ഞാനം, മറ്റൊരുത്തനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പരിജ്ഞാനം. എന്ന് പറഞ്ഞ പോലെ സുബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ ബുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തീർത്തും മണ്ടന്മാരാകരുത്. ഹലോ, നമ്മൾ തീർത്തും മണ്ടന്മാരാകരുത്. ഈ ദൈവമക്കളെ വെറും മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പലരും ദൈവ കുഞ്ഞുങ്ങളെ പറ്റിക്കുന്നത്. നമ്മൾ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കരുത്. നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മൾ ബുദ്ധിയുള്ളവരായി, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പൊ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന അനുഭവമാണ്. എന്ത്? ആരാധന. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം. എന്താ ഈ യാഗമായി സമർപ്പിക്കുക? ഒന്ന് ശ്രദ്ധിച്ചേ. ഈ യാഗങ്ങളൊക്കെ നടക്കുന്നത് എവിടാ? പഴയ നിയമ കാലത്താണ്. ഈ യാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരാള് കുഞ്ഞാടിനെ കൊണ്ട് യാഗം കഴിക്കാൻ പോകാം. നമ്മുടെ ആരാധന എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്നല്ല എഴുതിയേക്കുന്നേ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള. അപ്പോൾ ആരാധന കഴിഞ്ഞ് ഒരാൾ ഇറങ്ങിപ്പോകുമ്പോൾ എന്തായിരിക്കണം? അവൻ യാഗമായിരിക്കണം. അതെങ്ങനെയാണെന്നാണ് ഈ പറയാൻ പോകുന്നതെന്ന് കേട്ടോ. പഴയ നിയമത്തിൽ ഒരാൾ ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന സീൻ നിങ്ങളുടെ മനസ്സിലൊന്ന് കാണുക. ഇങ്ങനെ കൊണ്ടുപോകുക, ആട്ടിൻകുട്ടിയെ കൊണ്ടിങ്ങനെ പോവുക. അപ്പം നല്ല പച്ച പുല്ലുകൾ ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമെത്തി. സ്വാഭാവികമായിട്ടും ആടെന്ത് ചെയ്യും? പറ. പച്ചപ്പുല്ല് കണ്ട ആടെന്ത് ചെയ്യും? അങ്ങോട്ട് തല വലിക്കും. അപ്പം ഈ കൊണ്ടുപോകുന്ന ആള് കയറെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുവോ? പക്ഷെ വലിക്കാൻ പാടില്ല. യാഗം കൊണ്ടുപോകുന്ന മൃഗത്തെ അങ്ങനെ വലിക്കാൻ എന്തുകൊണ്ട് പാടില്ല? വലിച്ചാൽ കയറ് കഴുത്തിൽ മുറുകി ഊനമുള്ളതായാൽ പിന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുമെന്നറിയാമോ? കൊണ്ടുപോകുന്ന ആള് ആടങ്ങോട്ട് തല നീട്ടുന്ന ഉടനെ കയറൊന്നങ്ങ് അയച്ചു വിട്ടു കൊടുത്തിട്ട് അവനെ എന്ത് ചെയ്യും? തോളിലങ്ങ്
എടുക്കും. ഇതാ ആ യാഗം കൊണ്ടുപോകുന്ന അവസ്ഥ. എന്നിട്ട് ആ പുല്ലിൻ്റെതായ മേഖലകളൊക്കെ കഴിയുമ്പോൾ ഇവനെ ഒന്ന് താഴെ നിർത്തിയിട്ട് വീണ്ടും ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോൾ നല്ല കളകളനാഥം നല്ല കണ്ണീര് പോലത്തെ തടാകം അരുവിയൊക്കെ വരും. അപ്പോൾ ആട് പിന്നെ എന്ത് ചെയ്യും? ആടങ്ങോട്ട് തല നീട്ടും. അപ്പോൾ വീണ്ടും ഇതേപോലെ അങ്ങോട്ട് വിട്ട് കൊടുത്തിട്ട് അവനെ പൊക്കിയെടുത്ത് തോളയിലിട്ട് ഇങ്ങനെ കൊണ്ടുപോയി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവച്ച് ഇതിനെ യാഗമാക്കി ഇവനെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ആടിനെ സമർപ്പിച്ചു. കേട്ടോണേ. എന്നിട്ട് അതിൻ്റെ എല്ലും കഷ്ണവും ചാരവും എല്ലാം കൂടെ കൊട്ടയിലിട്ടുകൊണ്ട് ഇയാളിങ്ങനെ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ പച്ച പുല്ല് അവിടെ തന്നെ നിപ്പുണ്ട്. ആട് ചാടുവോ? എന്നാ ചാടാത്ത? അങ്ങോട്ട് പോയപ്പം വലിയ ചാട്ടമായിരുന്നല്ലോ. അങ്ങോട്ട് പോയപ്പം വലിയ ചാട്ടമായിരുന്നല്ലോ. ഇപ്പം എന്നാ ചാടാത്തതെന്ന് ചോദിച്ചാൽ മൗനമായി നമ്മളോട് പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിന് യാഗമാക്കിയിട്ട് വരികയാണ്. ഇനി ഈ ലോകത്തിലെ ഒരു പുല്ലും എന്നെ അട്രാക്റ്റ് ചെയ്യുന്നില്ല. ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? ഇനി ഈ ലോകത്തിലെ ഒരു പുല്ലും എന്നെ എന്ത് ചെയ്യുന്നില്ല? ആകർഷിക്കുന്നില്ല. ഈ ലോകത്തിലെ ഒരു കണ്ണാടി പുഴകളും എന്നെ ആകർഷിക്കുന്നില്ല. ബിക്കോസ് ഞാൻ എന്നെ തന്നെ എൻ്റെ ദൈവത്തിന് യാഗമാക്കിയിട്ട് വരിക. ആരാധന കഴിഞ്ഞ് നാം ആലയത്തിൽ നിന്ന് ഓരോ പ്രാവശ്യം ഇറങ്ങിപ്പോകുമ്പോഴും ഈ വഴിയരികിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന പച്ചപ്പുല്ലുകളും കണ്ണാടിപ്പുഴകളും ഉണ്ട്. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവത്തിന് യാഗമാക്കിയിട്ടാണ് പോകുന്നത്. ഇനി എൻ്റെ കൺമുന്നിൽ കാണുന്നതൊന്നും എന്നെ അട്രാക്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കണം, എന്ത് ഗൗരവമുള്ള വിഷയമാണെന്നറിയാമോ? നമ്മൾ ഞായറാഴ്ച 2 പാട്ട് പാടി തമ്പേറടിച്ച് ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കതക് തുറന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പഴയ മനുഷ്യനായി മാറുക. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തിങ്കൾ തൊട്ട് ശനി വരെ കാക്കയായി ജീവിക്കുക. എന്ന് വെച്ചാൽ പച്ചക്കറിയും തിന്നും, മുള്ളും തിന്നും, എല്ലും തിന്നും, എല്ലാം കൊത്തി തിന്നും. ഞായറാഴ്ചയാകുമ്പോൾ വിശുദ്ധ പ്രാവമായിട്ട് വന്ന് ചർച്ചിലിരിക്കുന്ന ഒരനുഭവം, അത് മാറണം. ഓരോ ആരാധന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന ബോധ്യത്തോടെ. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന.